നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. സാറേ ചതിച്ചല്ലോ. എന്തുപറ്റി? അത് കണ്ടോ സാറേ? ആ നെറ്റിയിലെ പോളം കണ്ടോ? വസൂരിയാണെന്നാ തോന്നുന്നേ. നന്ദിനി, താൻ എന്തേ പറയുന്നത്? ഇതൊന്നും ആയിരിക്കില്ല, ഇത് വെറും പനിയായിരിക്കും. അല്ല സാറേ, എനിക്ക് വന്നിട്ടുള്ളതാ. എന്റെ അനുജന് വന്നപ്പോ ഞാൻ നോക്കാൻ നിന്നിട്ടുള്ളതാ. ഇത് കുഴപ്പമാവും സാറേ. ഞാൻ എത് സാറിനോടൊന്ന് പറയട്ടെ. നന്ദിനി, 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 മണി പറഞ്ഞത് ശരിയായിരിക്കോ? നന്ദിനി, ദൈവമേ, ഞാൻ ആ തല്ലിയതിന്റെ വേദനയാ എല്ലാത്തിനും കാരണം. സാറേ, എന്താ? നന്ദിനിക്ക് സുഖമില്ല. എന്തുപറ്റി? നേരം വെളുത്ത് ഇന്നേരമായിട്ടും നന്ദിനി അടുക്കളയിലോട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പിന്നെ ഒരു ചായയും കൊണ്ടുവന്ന് വിളിച്ചതാ. അപ്പൊ പൊള്ളുന്ന പനി പിടിച്ച് കിടക്കുവാ. സൂര്യമുറിയിലില്ലേ? ഉണ്ട്. സൂര്യ സാറ് നോക്കി, ഡോക്ടറെയും വിളിച്ചിട്ടുണ്ട്. പക്ഷെ അതല്ല സാറേ. എന്താടോ? ദേഹത്ത് 1-2 പോളങ്ങൾ കണ്ടു. ചിക്കൻ ബോക്സ് ആണെന്നാ എനിക്ക് തോന്നുന്നത്. താൻ ചുമ്മാ. ഞാനൊരു സംശയം പറഞ്ഞാ സാറേ, സാറൊന്ന് നോക്കിയേ. എന്നാ താൻ വാ, നോക്കാം. നന്ദിനി, 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 നന്ദിനി. സൂര്യ, അച്ഛാ, ഒന്ന് നോക്കി. പൊള്ളുകയാണല്ലോ. അച്ഛാ, അത് കണ്ടിട്ടാ മണി പറഞ്ഞത്. എന്താ? നീ ഡോക്ടറെ വിളിച്ചല്ലോ അല്ലേ? അല്ല, ഡോക്ടർ ഇപ്പോൾ വരും. ഡോക്ടർ വന്ന് കൺഫേം ചെയ്യട്ടെ. അച്ഛാ, ഈ ചിക്കൻ ബോക്സോ മറ്റോ ആണെങ്കിൽ എന്താ, നോക്കിയല്ലേ പറ്റൂ. ഇപ്പൊ പണ്ടത്തെ പോലെ മാരകമായിട്ടൊന്നും വരാറില്ല. എങ്കിലും കുറച്ചൊക്കെ ബുദ്ധിമുട്ടും വേദനയും സഹിക്കേണ്ടി വരും. പാവം, ഞാൻ തല്ലിപ്പോ തളർന്നു വീണതാ, പിന്നെ എഴുന്നേറ്റില്ല. ഇനിയിപ്പോ അതും ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വന്ന അസുഖം അതിന്റെ ഗൗരവം അനുസരിച്ച് നോക്കിയല്ലേ പറ്റൂ. അച്ഛാ, അങ്ങനെയാണെങ്കിൽ നന്ദിനി ഇവിടെ സേഫ് ആയിരിക്കോ? ഇതൊക്കെ എല്ലാവർക്കും സംഭവിക്കാവുന്നതേ ഉള്ളൂ. നല്ല രീതിയിൽ പരിചരിക്കണം, അത്രേ ഉള്ളൂ. നീ ടെൻഷൻ ആവാതെ, ഡോക്ടർ വരട്ടെ. മമ്മി, ഇവിടെ എന്താ മൊത്തത്തിലൊരു വ്യത്യാസം? എന്തുപറ്റി? അല്ല, അടുക്കളയിൽ നന്ദിനെ കാണുന്നില്ല. സാധാരണ ഈ നേരത്ത് അവൾ അവിടെ ഉണ്ടാവാറാ പതിവ്. സൂര്യ ഇനി പുതിയ നിയമം വല്ലതും പാസാക്കിയോ? അടുക്കളയിൽ കയറണ്ടെന്ന് വല്ലതും പറഞ്ഞോ?
അവൾ അടുക്കളയിൽ കയറാതെ എങ്ങനെയാ? അടുക്കള വേലക്കാരികൾക്കുള്ളതല്ലേ? അതോ ഇന്നലെ തല്ലിയതിന്റെ ദേഷ്യത്തിന് അവൾ എവിടെയെങ്കിലും ഇറങ്ങിപ്പോയോ? ആ പ്രതീക്ഷ ഒന്നും വേണ്ട.